ശ്രീദേവി, ശ്രീദേവി. ആ, ഉണ്ണിയേട്ടൻ എത്തിയോ? കുട്ടിയനോട് പിണക്ക? ഞാൻ എന്തിനാ ഉണ്ണിയേട്ടനോട് പിണങ്ങുന്നേ? അമ്മ പറഞ്ഞല്ലോ കുട്ടിയനോട് പിണങ്ങല്ലേട്ടോ. ശ്രീദേവി കരയാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നേ? അയ്യോ ശ്രീദേവി കരയല്ലേ. ശ്രീദേവി കരയുന്നുണ്ട്, അമ്മ എന്നെ വഴക്ക് പറയും. കരയല്ലേ ശ്രീദേവി, ശ്രീദേവി കരയല്ലേ, ശ്രീദേവി കരയല്ലേ. ദേ കണ്ടോ, ഇത് ഞാൻ ശ്രീദേവിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കരയല്ലേ ശ്രീദേവി, ഇതെല്ലാം ശ്രീദേവിക്കുള്ളതാ. അയ്യോ അയ്യോ, മിന്നാമിനുങ്ങ് വന്ന് പിടിക്ക് ശ്രീദേവി, ഒന്ന് പിടിക്ക് മിന്നാമിനുങ്ങ്. അയ്യോ അയ്യോ. എന്താ കുഞ്ഞെ? ഒന്നുമില്ല, ഞാനെന്തോ. നാം ഇന്നലെ സൂചിപ്പിച്ച കാര്യത്തിനോട് എന്താ ശ്രീദേവിയുടെ അഭിപ്രായം? എന്ത് കാര്യം? അപ്പൊ ശ്രീദേവിക്ക് ഇന്നലെ ഒന്നും മനസ്സിലായില്ല? എനിക്കറിയാം ഉണ്ണിയെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന്. ശ്രീദേവി, ഈ കാണുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഉണ്ണി. ഇതൊക്കെ അവന് കിട്ടിയ ശിക്ഷയാ. എല്ലാരും ചേർന്ന് ശ്രീദേവിയെ ചതിച്ചതാ. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. പിന്നെ ധൂമകേതു വരണു. എന്നെ നിന്നെ ഇങ്ങനെ കണ്ടാൽ ഇവിടെ ഭൂകമ്പം നടക്കും. ഞാൻ ഇപ്പൊ പോവാ, പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഉണ്ണിയുടെ പഴയ കഥകളെ കുറിച്ചൊന്നും ശ്രീദേവിക്ക് അറിയില്ലല്ലോ. ശ്രീദേവി അതറിയണം. അറിഞ്ഞാൽ കുട്ടി അവനെ വെറുക്കും. ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണി. അല്ല, രാജകുമാരി ഇവിടെ പകൽക്കിനാ വേണ്ടി നിക്ക. വേഗം പോയി പാൽക്കഞ്ഞി തയ്യാറാക്ക്. മുത്തച്ഛൻ ഇപ്പൊ പൂജാമുറിന്ന് ഇറങ്ങും. തിരുമേനി എങ്ങോട്ടാണാവോ? രാമനായർ കടയിലേക്ക് പോവാ. വരുന്നോ? ഇല്ല, കുഞ്ഞ് വെക്കോ. കണാറിന്റെ പണി തീർന്നിട്ടല്ലോ കുഞ്ഞ്, വെക്കോ. ടാറ്റാ. ഓ, ആ പിന്നെ തിരുമേനി പോയോ? കണാര, കണാര, കുഞ്ഞു പോയില്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാ കണാര സത്യം പറയോ? ഉണ്ണിയേട്ടന് എന്താ സംഭവിച്ചത്? ജന്മനാ ബുദ്ധിവൈകല്യം സംഭവിച്ച ഒരാളല്ല ഉണ്ണിയേട്ടനെന്ന് ഏട്ടൻ നമ്പൂതിരി എന്നോട് പറഞ്ഞു. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് സുധർമ്മേട്ടത്തി വന്നു. ഇനി എനിക്കത് ചോദിക്കാനാവില്ല. വസുദേവേട്ടനോട് മാത്രമല്ല, തറവാട്ടിലുള്ള ആരോടും.
അതെല്ലാം ചോദിച്ച് തറവാട്ടിലുള്ളവരെ വിഷമിപ്പിക്കാനും ഞാനില്ല. കണ്ണാരൻ എന്നെ വിശ്വസിക്കാം. എനിക്കും വിശ്വാസമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പറയൂ, ഉണ്ണിയേട്ടൻ എങ്ങനെ ഈ അവസ്ഥയിലെത്തിയത്? എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം. സത്യം ഞാൻ അറിഞ്ഞെന്ന് കരുതി ഒരബദ്ധം കണ്ണാരനുണ്ടാവില്ല. ഒരു ഭാര്യയുടെ അവകാശമല്ലേ അവളുടെ ഭർത്താവിനെ കുറിച്ച് അറിയേണ്ടത്. ഞാൻ പറയാം കുഞ്ഞ്, ഏതാണ്ട് 5 വർഷമായിട്ടുണ്ടാവും ഉണ്ണിക്കുഞ്ഞിങ്ങനെ ആയിട്ട്. അതിനു മുമ്പ് ഉണ്ണി നമ്പൂതിരി ഉണ്ണി എന്നാ ഈ കാണിച്ചത്? എന്താ എന്റെ കയ്യില്? പൈസയാ? ആ കാശൊക്കെ തരാ? ഇല്ല, ഞാൻ തരില്ല. ഈ കാശ് എനിക്ക് വേണം. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാ. എന്തിനാ നിനക്കിപ്പോ കാശ്? കള്ളു കുടിക്കാനല്ലേ? ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇതുകൊണ്ട് വേണ്ട നിന്റെ കൂട്ടാട്ടം. എന്താ ഇവിടെ എന്താ അച്ഛാ? ഭഗീരഥി, നിരീക്ഷിച്ച പോലൊന്നല്ല, ഇയാളിപ്പോ മോഷണം തുടങ്ങിയിരിക്കണു. എന്റെ അറേ കയറി കാശ് കട്ടെടുത്തു. അങ്ങോട്ട് മാറി നിൽക്കാം. മോനെ ഉണ്ണി, മാറടോ. നീ ഒരൊറ്റ ആള് കാരണ ഇവൻ ഇങ്ങനെയൊക്കെ ആയത്. കൊഞ്ചിച്ച് നാടിനും വീടിനും കൊള്ളരുതാക്കി. ഇല്ലത്തിന്റെ മാനം കെടുക്കാൻ പറഞ്ഞ സന്തതി. ഉണ്ണി, കയ്യിന്ന് വിട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ശ്രുതി ഇന്നേ വരെ മറുപടി പറഞ്ഞില്ല. പറയ്, ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചു പോയി. അതുകൊണ്ടാ. വെറുതെ ഭക്ഷണത്തിനും പറയാതെ കൈയെടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. എന്നാ ഒച്ച നോക്കടി. നിനക്ക് ഈ ഉണ്ണിയെ ശരിക്കും അറിയാഞ്ഞിട്ടോ. ഉണ്ണി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നേടിയിരിക്കും. അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. പൊയ്ക്കോടി നീ. പക്ഷെ നീ എന്നേക്കുമായി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താ കുഞ്ഞെ ഇതെല്ലാം? താങ്കളോ ഉത്സവം കൊടിയേറാൻ നാളെ കുറിച്ചു ഏട്ടാ. കുംഭം 15-ന് കൊടിയേറും. കുംഭം 15 എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ 4-5 ദിവസമല്ലേ ഉള്ളൂ വാസേവ. അടുത്ത ബുധനാഴ്ച. ഉണ്ണി തെങ്ങടാ? ടൗണിലേക്ക്. ഉണ്ണി, ഉത്സവം അടുത്തു. അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് കീഴ്ശാന്തി അവധിയില്ല. പൂജയും കർമ്മങ്ങളും സ്വായത്തമാക്കിയ ആളല്ലേ ഉണ്ണി. അതുകൊണ്ട് ഉത്സവകാലത്ത് ഉണ്ണി എന്റെ ഒപ്പം ഉണ്ടായച്ചാൽ അത് വലിയ ആശ്വാസമാണ് എനിക്ക്. അങ്ങനെ ഇപ്പൊ ആശ്വസിക്കണ്ട. ഒരു പൂജയും കർമ്മവും എനിക്ക് താല്പര്യമില്ല തോന്നും. നീ അല്ലാണ്ട് ആരെങ്കിലും ഈ അസുരത്തിനൊക്കെ കൂടെ കൂട്ടാൻ നോക്കുവോ? ശ്രുതി, ഉണ്ണി എന്തിനാ ഇവിടെ വന്നേ?
ഇവിടെ ആരുമില്ല. അറിയാം ഇവിടെ ആരും ഇല്ലാന്ന്. എനിക്കത് നല്ലോണം അറിയാം. അത് അറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അച്ഛനും ആങ്ങളെയും കളക്ടറേറ്റിൽ പോയതല്ലേ, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഉണ്ണി വേണ്ട, മര്യാദക്ക് പൊക്കോ. അതെ, ഞാനിവിടെ സമ്മതം ചെയ്യാൻ വന്നതൊന്നുമല്ല. പോകാം. ഉണ്ണി വേണ്ട, വിട്. വാതിൽ തുറക്ക. ശ്രുതിയെ വാതിൽ തുറക്ക. ഇവിടെ നടന്നതൊന്നും നിന്റെ അച്ഛനും ആങ്ങളമാരും അറിയരുത്. അറിഞ്ഞാ കൊന്നുകളയും നിന്നെ ഞാൻ. മോളെ മോളെ വാതിൽ തുറക്ക. മോളെ മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നത്? അത് ഞാൻ ഉറങ്ങുമായിരുന്നു അച്ഛാ. അല്ല, കളക്ടറേറ്റിൽ പോയില്ലേ? അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ്, കളക്ടർ അങ്ങോട്ട് പോയി. കളക്ടറില്ലാതെ ഞങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു.